ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട 6 സംസ്ഥാനങ്ങൾക്ക് 1066 കോടിയിലധികം രൂപയുടെ ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് 153 കോടി രൂപയുടെ സഹായം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കണ്ണൂരും സന്ദർശനം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ വരെ ശക്തമായി തുടരാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാടും മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. കീം പരീക്ഷാഫലം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്നും കോടതി. കായിക വിനോദങ്ങൾ കുട്ടികളെ ലഹരി ആസക്തി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. വയനാട് ടൌൺഷിപ്പ് പദ്ധതിക്കുള്ള ത്രികക്ഷി കരാറിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. വാർത്തകൾ വിശദമായി. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട കേരളം, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 1066 കോടിയിലധികം രൂപയുടെ ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. തെക്കു പടിഞ്ഞാറൻ മൺസൂണിലുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഈ സംസ്ഥാനങ്ങളെ സാരമായി ബാധിച്ചെന്ന വിലയിരുത്തലിലാണ് തുക അനുവദിച്ചത്. കേരളത്തിന് 153.2 കോടി രൂപയാണ് ലഭിക്കുക. ദുരന്തബാധിത സംസ്ഥാനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ബി.ജെ.പി. മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്ത് തെക്കൻ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലും കേന്ദ്രമന്ത്രി ദർശനം നടത്തും. കീം പരീക്ഷാഫലം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി തള്ളിയ കോടതി റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കി. കോടതി വിധി അംഗീകരിക്കുന്നതായും സംസ്ഥാന സർക്കാർ അപ്പീൽ പോകില്ലെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാട്, മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ICMR എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. സെപ്റ്റംബർ മാസം വരെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതേസമയം മലപ്പുറത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴിവാക്കി. ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയതായും അധികൃതർ അറിയിച്ചു. കായിക വിനോദങ്ങൾ കുട്ടികളെ ലഹരി ആസക്തി, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ. തിരുവനന്തപുരം കാര്യവട്ടം സായി LNCPയിലെ പുതിയ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. काफी अच्छा परफॉर्मेंस हमेशा से हमारे इस इंस्टीट्यूट का रहा है और हमारे भी भारत सरकार की, हमारे मंत्रालय की यही कोशिश है कि हमारे जितने भी साई के इंस्टीट्यूट ऑल ओवर द इंडिया है वहाँ से हमारे एथलीट्स अच्छे ट्रेन हो, सभी चीजें उन्हें वहाँ पे फैसिलिटेट होनी चाहिए, जिसके माध्यम से अच्छा परफॉर्म वो हमारे सभी नेशनल इवेंट में कर पाए. മികച്ച കായിക താരങ്ങൾ, പരിശീലകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തിരുവനന്തപുരത്തെ ഗോൾഫ് ക്ലബ്ബും ശ്രീമതി രക്ഷാ നിഖിൽ ഖഡ്സെ സന്ദർശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദു വിശ്രുതന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യും. വയനാട് ടൌൺഷിപ്പ് പദ്ധതി നടത്തിപ്പിനായുള്ള ത്രികക്ഷി കരാറും മന്ത്രിസഭായോഗം അംഗീകരിച്ചു. കരാർ നടപ്പാക്കുന്നതിന് സ്പെഷ്യൽ ഓഫീസറായി S. സുഹാസിനെ ചുമതലപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ആസ്ഥാനമാക്കി ട്രൈബൽ താലൂക്ക് സപ്ലൈ ഓഫീസ് രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ അനുവദനീയമായ മറ്റു മാർഗങ്ങളിലൂടെയോ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഫലപ്രദമായി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കാട്ടുപന്നികൾ മൂലം അപകടങ്ങളും കൃഷിനാശവും സംഭവിക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പാലക്കാട് മുല്ലക്കര ഉന്നതിയിലെ എല്ലാ വീടുകളിലും ഈ മാസം 27-നകം വൈദ്യുതി എത്തിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കുടിശ്ശികയെ തുടർന്ന് 20 കുടുംബങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിൽ ഉന്നതി സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും പുതിയ കണക്ഷൻ നൽകുന്നതിനുമായി 5.57 ലക്ഷം രൂപയുടെ ചെക്ക് മന്ത്രി കൈമാറി.
പത്തനംതിട്ട പയ്യനാമൺ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം സംയുക്ത ഉദ്യോഗസ്ഥ സംഘം പരിശോധിക്കും. തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ചെങ്കുളം പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കാനും കോന്നി MLA ജിനീഷ് കുമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിന്റെ 62ാം സ്ഥാപക ദിനാഘോഷങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണിക്ക് ICAR CTCRA മിലേനിയം ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ ധാരണാപത്രങ്ങൾ കൈമാറും. കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രത്തിന്റെ വളർച്ചയിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരെയും കർഷകരെയും ചടങ്ങിൽ ആദരിക്കും. സ്വച്ഛതാ വാരാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഓൾ സെയിൻസ് കോളേജിൽ ഉച്ചയ്ക്ക് 12:30 പരിപാടി. വിദ്യാർത്ഥിനികൾക്ക് അദ്ദേഹം സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. കോളേജ് ക്യാമ്പസിൽ കേന്ദ്രമന്ത്രി വൃക്ഷത്തൈ നടും. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായൺ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കും. ആതിഥേയ സ്ഥാപനങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാനുള്ള സ്വച്ഛതാ ഗ്രീൻ ലീഫ് റേറ്റിംഗ് ഇടുക്കി ജില്ലയിൽ 2ാം ഘട്ടത്തിലേക്ക്. ആദ്യഘട്ടത്തിൽ 41 സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് ലഭിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഗ്രാമീണ മേഖലകളിൽ ആതിഥേയ സേവനം ലഭ്യമാക്കുന്ന ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ലോഡ്ജുകൾ, ഹോം സ്റ്റേകൾ, ഭക്ഷണശാലകൾ തുടങ്ങി 5 അതിലധികമോ മുറികൾ താമസിക്കാൻ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനങ്ങൾക്കാണ് റേറ്റിംഗ് ലഭിക്കുക. സ്റ്റാർ റേറ്റിംഗ് ആഡംബരങ്ങൾക്കാണെങ്കിൽ ശുചിത്വത്തിനാണ് ഗ്രീൻ ലീഫ് റേറ്റിംഗ്. നിലവിലെ നിയമങ്ങൾ അനുശാസിക്കുന്ന കര, ദ്രവ മാലിന്യ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങളുടെ സ്ഥിതി, അജൈവ മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറൽ തുടങ്ങിയവയാണ് അടിസ്ഥാനം. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല കണ്ണൂർ തളിപ്പറമ്പിൽ നടന്നു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വികസനോന്മുഖ പത്രപ്രവർത്തനത്തെയും വികസന ആശയവിനിമയത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്മശ്രീ പുരസ്കാര ജേതാവ് EP നാരായണൻ പെരുവണ്ണാൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ VB പരമേശ്വരൻ എന്നിവരെ ആദരിച്ചു. സംസ്ഥാന മത്സ്യകർഷക അവാർഡ് വിതരണം നാളെ വൈകിട്ട് കൊട്ടാരക്കരയിൽ നടക്കും. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിക്കും. ചെമ്മീൻ കൃഷി, ഓരുജല മത്സ്യകൃഷി, അലങ്കാര മത്സ്യകൃഷി എന്നിങ്ങനെ വിവിധ സമ്പ്രദായങ്ങളിൽ മികവിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തവർക്ക് പുരസ്കാരങ്ങൾ നൽകും. ശുചിത്വസാഗരം സുന്ദരതീരം പദ്ധതിയുടെ ഭാഗമായി ഏപ്രിൽ 11 നടത്തിയ ഏകദിന കടലോര പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പയിനിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തി കടൽത്തീരം ശുചിത്വമുള്ളതും മനോഹരവുമാക്കിയ കോഴിക്കോട് ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ട്രോഫിയും 50,000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും സമ്മാനിക്കും. യമനിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. നയതന്ത്ര മാർഗങ്ങളിലൂടെ മോചനം ഉറപ്പാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഈ മാസം 16 വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹർജി 14 കോടതി പരിഗണിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ചാണ്ടിയുമ്മൻ MLA ഗവർണർക്ക് കത്ത് നൽകി. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കുറ്റാരോപിതൻ 44 ദിവസം കസ്റ്റഡിയിലായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം. സുഗാന്ത് സുരേഷ് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തിയതായും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ അന്വേഷണത്തിന്റെ പ്രഥമ ലക്ഷ്യം പൂർത്തിയായതായും അതിനാൽ ജാമ്യം അനുവദിക്കുന്നതായും കോടതി ഉത്തരവിട്ടു. കേരള സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് SFI നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 7 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ ഈ മാസം 12-നും 13-ന് പ്രതിഷ്ഠാകർമ്മവും നടക്കും. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ട 6 സംസ്ഥാനങ്ങൾക്ക് 1066 കോടിയിലധികം രൂപയുടെ ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിന് 153 കോടി രൂപയുടെ സഹായം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കണ്ണൂരും സന്ദർശനം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ വരെ ശക്തമായി തുടരാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സംഘം പാലക്കാട്, മലപ്പുറത്തും സന്ദർശനം തുടരുന്നു. കീം പരീക്ഷാഫലം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ തീരുമാനത്തിൽ ഇടപെടാനാകില്ലെന്നും കോടതി. കായിക വിനോദങ്ങൾ കുട്ടികളെ ലഹരി ആസക്തി പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഖഡ്സെ.
വയനാട് ടൌൺഷിപ്പ് പദ്ധതിക്കുള്ള ത്രികക്ഷി കരാറിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.